رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. നമ്മൾ ഇന്നത്തെ ക്ലാസ് തസ്കിയത്ത് നഫ്സ് എന്ന് പറയുമ്പോൾ തസ്കിയ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? സ, കാഫ്, വാവ് ഈ 3 അക്ഷരങ്ങളിൽ നിന്ന് വരുന്നതാണ് തസ്കിയ എന്നുള്ള പദം. അതിൻ്റെ അർത്ഥം എന്നുള്ളത് ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. സക്കാത്ത് എന്നുള്ള പദവും നമ്മളെ ഈ 3 അക്ഷരങ്ങളിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അപ്പം നമ്മൾ സക്കാത്ത് നൽകുന്നത് എന്തിനാണ്? ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നായ സക്കാത്ത് നൽകുക എന്നുള്ള അള്ളാഹുവിൻ്റെ ആ കൽപ്പന നമ്മൾ നിറവേറ്റുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നതും നമ്മളെ ധനത്തെ ശുദ്ധീകരിക്കലാണല്ലേ. ഇതിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്, വളരുക എന്നുള്ള അർത്ഥം. അതായത് നമ്മൾ സക്കാത്ത് കൊടുക്കുക എന്നുണ്ടെങ്കിലും നമ്മൾ ആ ധനം ശുദ്ധീകരിക്കുന്നതിലൂടെ നമ്മളെ ധനത്തിനെ നമ്മൾ വളർത്തുകയാണ് ചെയ്യുന്നത് അല്ലേ. നമ്മളെ ധനം നമ്മളറിയാതെ തന്നെ വളരുന്നുണ്ട്, നമുക്കതിൽ നിന്നും ബർക്കത്ത് ലഭിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ അതേപോലെ തന്നെ നമ്മളെ നഫ്സിനെയും നമ്മൾ ശുദ്ധീകരിക്കുന്നതിലൂടെ അതിനെ നമ്മൾ വളരാൻ അനുവദിക്കലാണ്, നമ്മൾ വളർത്തിക്കൊണ്ടുവരികയാണ്. നമ്മളെ പ്യൂരിഫിക്കേഷൻ അല്ലെങ്കിൽ നമ്മളെ നഫ്സിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്നതിലൂടെ നമ്മൾ അതിനെ വളർത്തുകയും കൂടിയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ സക്കാത്ത് എന്ന് പറയുന്നത് നമ്മളെ സമൂഹത്തിനോടും കൂടെയുള്ള നമ്മുടെ കടമയാണല്ലേ. പണത്തിന് അതിൻ്റെ വാല്യൂ ഉണ്ടാകുന്നത് നമുക്ക് മാത്രം ചെലവഴിക്കുമ്പോഴല്ല, അത് മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ ആ പണം വിനിയോഗിക്കുമ്പോഴാണ് അത് ശുദ്ധീകരിക്കപ്പെടുന്നത്. അപ്പോൾ ആ പണം എന്നുള്ളത് നമ്മൾ വിചാരിക്കും നമ്മൾ സമ്പാദിച്ചതാണെന്നുള്ളതും നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണെന്നുള്ളതൊക്കെ. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടാണ് നമുക്കത് ചെലവാക്കാൻ ചില സമയത്തെങ്കിലും നമ്മൾ മടി വരുന്നത്. അതിൻ്റെ കൂട്ടത്തില് പിശാചും കൂടെ അവിടെ വരുമ്പോൾ പിശാച് നമ്മളെ ദാരിദ്ര്യത്തിനെ കുറിച്ച് നമ്മളെ ഭയപ്പെടുത്തുമ്പോഴാണ് നമ്മൾ സക്കാത്തിന്റെ കാര്യത്തിൽ പിന്നോട്ടടിക്കുന്നത്. പക്ഷെ അള്ളാഹു നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വമിമ്മാ റസഖ്നാഹും, അള്ളാഹു നമുക്ക് തന്ന റിസ്ക്കാണ് നമുക്ക് കിട്ടുന്ന സമ്പാദ്യം, നമുക്ക് കിട്ടുന്ന ധനം എന്നുള്ളതിലെ അതിൽ നിന്ന് ചെലവാക്കാനാണ്. അള്ളാഹു നൽകിയ ധനത്തിൽ നിന്നാണ് നമ്മളോട് അള്ളാഹു സക്കാത്ത് കൊടുക്കാൻ കൽപ്പിക്കുന്നതിലെ. അള്ളാഹു വിചാരിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് പണം സമ്പാദിക്കാൻ കഴിയുള്ളൂ. ആ പണത്തിന്റെ സോഴ്സ്, അത് വരുമാന മാർഗം ഏതാണെന്നുണ്ടെങ്കിലും അള്ളാഹ് വിചാരിച്ചാൽ മാത്രമേ ഉള്ളൂ ആ പണം നമ്മളിലേക്ക് എത്തുള്ളൂ അല്ലെ. ആ പണത്തിന്റെ സോഴ്സ് അള്ളാഹു തടഞ്ഞാൽ തീർന്നു അല്ലെ. അതുപോലെ തന്നെ നമ്മൾ സമ്പാദിച്ച് വെച്ചതും ചോർന്നു പോവാൻ അള്ളാഹു ഒരൊറ്റ കാരണം വിചാരിച്ചാൽ മതി അല്ലേ. ആ സമ്പാദിച്ചത് മുഴുവനും ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെടാനും അള്ളാഹു വിചാരിച്ചാൽ കഴിയുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് അള്ളാഹു തന്ന റിസ്ക്കിൽ നിന്ന് വളരെ ചെറിയൊരു പെർസെൻറ്റേജ്, 2.5% എന്ന് പറയുന്നത് അത്ര വലിയ ശതമാനമല്ല അല്ലേ. അതിലൂടെ നമ്മളെ സമ്പത്തിനെ ശുദ്ധീകരിക്കാൻ നമ്മൾ സക്കാത്ത് കൊടുക്കുന്നു. എന്നാൽ ഇതേപോലെ നമ്മൾ ശുദ്ധീകരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? നമ്മളെ തന്നെ അല്ലെ. നമ്മളെ തന്നെ ശുദ്ധീകരിച്ചാൽ മാത്രമേ ഉള്ളൂ ഇനി സക്കാത്ത് ആവട്ടെ, നമസ്കാരം ആവട്ടെ, നമ്മൾ ഇസ്ലാം കാര്യങ്ങളാവട്ടെ, ഈമാൻ കാര്യങ്ങളാവട്ടെ, എന്തായാലും അത് അതിൻ്റെതായിട്ടുള്ള ഉദ്ദേശത്തിൽ നിറവേറ്റാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ശുദ്ധീകരിക്കേണ്ടത് നമ്മളെ തന്നെയാണ് അല്ലെ. അപ്പോൾ ഖദ് അഫ്ലഹ മൻ തസക്ക, ആരൊരാൾ സ്വയം ശുദ്ധീകരിച്ചുവോ അവൻ വിജയിച്ചു അല്ലെ. ഈ വിജയത്തിന് കാരണം എന്നുള്ളത് നമ്മൾ സ്വയം ശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ്. ഈ ഒരു പ്രക്രിയ, ഈ ഒരു പ്രോസസ്സിന് പക്ഷെ നമ്മളെ ശുദ്ധീകരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അറിയേണ്ട കാര്യം എന്താണ്? നമ്മൾ ആരാണെന്നുള്ളത് അറിയണം, നമ്മൾ എന്താണെന്നുള്ളത് അറിയണം അല്ലെ. നമ്മൾ ഒരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്തായിരിക്കും പറയാ? നമ്മളെ തറവാട്ട് പേര് പറയും അല്ലെ. ഇന്ന ആളുടെ മോളാണ്, ഇന്ന തറവാട്ടിൽ ഇന്ന ആളുടെ മോളാണ്. അത് കഴിഞ്ഞ് ഒരുപക്ഷെ ചിലപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എവിടെ വർക്ക് ചെയ്യുന്നു, അങ്ങനെ നമ്മളെ ബിൽഡ് ചെയ്യും അല്ലെ. എങ്ങനെയാണ് ആ കോൺവെർസേഷൻ നമ്മൾ ബിൽഡ് ചെയ്യുന്നുള്ളതിനനുസരിച്ചിട്ട് നമ്മളെ ഒരാൾക്ക് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. പക്ഷെ ഇതൊക്കെ നമ്മളെ വെറും ലേബൽസ് മാത്രമാണ് അല്ലേ, നമ്മളെ റാപ്പേഴ്സ് മാത്രമാണ്, നമ്മളെ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഈ ഓരോ പറഞ്ഞ കാര്യങ്ങളും. നമുക്കൊരാളെ ഗിഫ്റ്റ് തന്നു കഴിഞ്ഞാൽ നമ്മൾ ആ എത്ര ഭംഗിയുള്ള റാപ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് റിമൂവ് ചെയ്യും അല്ലേ. അത് റിമൂവ് ചെയ്താൽ മാത്രമേ ഉള്ളൂ അതിനകത്തുള്ള ഗിഫ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് കിട്ടുള്ളൂ അല്ലെ. ആ ഗിഫ്റ്റിനെയാണ് നമ്മൾ പിന്നെ വാല്യൂ ചെയ്യുന്നത്, റാപ്പേഴ്സിനെ അല്ല. അപ്പോൾ ആ ഉള്ളിക്കിടക്കുന്ന ഗിഫ്റ്റിന് വേണ്ടി നമ്മൾ പുറത്തുള്ള റാപ്പേഴ്സ് ഒക്കെ അഴിക്കുന്നത് പോലെ നമ്മളാവുന്ന മനുഷ്യന്റെ ഈ ലേബൽസ് എല്ലാം അഴിച്ചു കഴിഞ്ഞാലുള്ള നമ്മളെ ആ ഒരു
പച്ചയായ മനുഷ്യനാണ്. ആ പച്ചയായ മനുഷ്യന്റെയും ഹൃദയത്തിലേക്കാണ് അള്ളാഹു നോക്കുന്നതിലെ. ആ ഹൃദയമാണ് അള്ളാഹു വാല്യൂ ചെയ്യുന്നത്. ആ ഹൃദയം കൽബുൻ സലീമായിട്ട് നമ്മൾ അള്ളാഹുവിനെ മീറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ, നമ്മൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴേക്കും നമ്മളെ ഹൃദയത്തെ ആ ഒരു സ്റ്റാറ്റസിൽ എത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് വിജയമുള്ളൂ അല്ലേ. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള അനുമതി ഉള്ളൂ. അതിനെന്താണ് വേണ്ടത്? ആ ഒരു ആത്മശുദ്ധീകരണത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ആത്മവിശകലനം എന്ന് പറയും. അതായത് നമ്മളെ ആത്മശുദ്ധീകരണത്തിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മളെ തന്നെ ഒന്ന് വിശകലനം ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ, നമുക്ക് ഭയങ്കര ലക്ഷറി ആണല്ലേ ഫ്രീ ടൈം എന്നൊക്കെ പറയുന്നത്. ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ലക്ഷറി എന്ന് പറയുന്നത് ഫ്രീ ടൈം ആയിരിക്കും. അപ്പൊ നമ്മൾ ജീവിക്കുന്നത് എന്ന് പറയുന്നത് ഭയങ്കര ബിസി ആയിട്ടുള്ള ഹസിൽ കൾച്ചറിലാണ്. നമ്മൾ എല്ലാവരും പറയുന്നത് സമയമില്ല. ഈ ഞാനടക്കം പറയുന്നത് എന്തായിരിക്കും? സമയമില്ല എന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 63 വർഷമേ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ളൂ അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെച്ച കാര്യങ്ങള്, ജീവിച്ചു കാണിച്ചു തന്ന ജീവിതം, ഇതൊക്കെ 63 വർഷത്തിനുള്ളിൽ നടന്ന കാര്യങ്ങളാണ്. എത്രയോ ഹദീസുകൾ, എത്രയോ നമ്മൾ ഈ സീറ പഠിക്കുമ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ അത്രയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരാൾക്ക് ചെയ്തു വെക്കാൻ ഇത്രയും പറ്റിയത് 63 വർഷങ്ങൾ കൊണ്ടാണല്ലേ. അപ്പൊ നമ്മൾ വിചാരിക്കും, നമ്മൾ മനസ്സുകൊണ്ട് പറയാം അതിപ്പോ നബി ആയിട്ടല്ലേ, അള്ളാഹ് നബിക്ക് അങ്ങനെ പല കഴിവുകളും കൊടുത്തിട്ടൊക്കെ അല്ലേ എന്നുള്ളത്. പക്ഷെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷമുള്ള പിൻതലമുറകളെയും എടുത്തു നോക്കാം, പ്രവാചകന്മാരെ തന്നെ നമ്മൾ എടുത്തു നോക്കണമെന്നില്ല. അങ്ങനെ അല്ലാത്ത പിൻതലമുറകളായിട്ട് വന്നവരിലും എത്രയോ ആൾക്കാർ, എത്രയോ നല്ല നല്ല ഗ്രന്ഥങ്ങൾ, ഇസ്ലാമികമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ, എത്രയോ വലിയ സ്കോളേഴ്സ് ഉണ്ട് അല്ലെ. അത്ര ആ ഗ്രന്ഥം എഴുതാൻ അവരൊക്കെ എടുത്ത സമയം എന്ന് പറയുന്നത് എത്രയോ വർഷങ്ങളോളം എഫേർട്ട് എടുത്തിട്ടാണ് അവർ ഓരോ ഗ്രന്ഥങ്ങളും ഒന്ന് കമ്പൈൽ ചെയ്ത് ഒരു ഗ്രന്ഥമാക്കി അവിടെ രചിക്കുന്നതിലെ. ഒരു ഹദീസ് പഠിക്കാൻ പോലും, ഒരു ഇൽമ് നേടാൻ പോലും മരുഭൂമിയിലെ ചുട്ടുപൊള്ളുന്ന മണലിലൂടെ ഒരുപാട് ട്രാവൽ ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട് യാത്രകൾ ചെയ്തിട്ടാണ് ഒരു ഗ്രന്ഥം അവർ കംപ്ലീറ്റ് ചെയ്യുന്നത് അല്ലെ. ആ അവര് ചെയ്തു വെച്ച ആ ഗ്രന്ഥങ്ങള് ഇന്നൊരൊറ്റ ക്ലിക്കിൽ നമുക്ക് അവൈലബിൾ ആണ്, ഓൺലൈനിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ പോലും ആ ഗ്രന്ഥങ്ങളൊന്ന് അതിന്റെ ഒരു പേജ് മറിച്ചിടാൻ, അതിന്റെ ഒരു 2 പേജ് വായിക്കാൻ പോലും നമ്മളെടുത്ത് സമയമില്ലല്ലേ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും 24 hours തന്നെയായിരുന്നു ഒരു ദിവസം, നമുക്കും അതേപോലെ തന്നെയാണ്. പണ്ട് കാലത്ത് അവേഴ്സ് എന്ന് പറയുന്നത് കൂടുതലൊന്നുമല്ല അല്ലെ. അപ്പൊ നമുക്ക് കിട്ടിയ അതേ സമയം തന്നെയാണ് അവർക്കും ഒരു ദിവസമായിട്ടുള്ളത്. പക്ഷെ അത് മാത്രമല്ല, അന്ന് അവർക്കൊന്നും സ്വപ്നം കാണാൻ പോലും കഴിയാത്തത്ര വിധത്തില് സുഖ സൗകര്യങ്ങളും എല്ലാം ഇന്ന് നമുക്കുണ്ടല്ലേ. നമുക്ക് ടെക്നോളജി എത്രയോ പുരോഗമിച്ചിട്ടും എല്ലാ മേഖലയിലും എത്രയോ ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ടായിട്ടും എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് എന്താണ്? സമയമില്ല അല്ലെ. ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് എന്തായിരിക്കും ഇതിന് കാരണം എന്നുള്ളത് അല്ലെ. നമ്മളെ സമയത്തിന് ബർക്കത്തില്ല. അതായത് പൂർവികർക്കുള്ള സമയമുള്ളതിൽ നിന്നും നമുക്കുള്ള സമയമില്ലായ്മയുടെ ആ മെയിൻ റീസൺ എന്ന് പറയുന്നത് ആ ബർക്കത്ത് കിട്ടാനുള്ള കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാത്തതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് സമയം കിട്ടാനുള്ള ചില പ്രാക്ടിക്കൽ ടിപ്സ് ആണ് ഇനി പറയുന്നത് കേട്ടോ. നമ്മളൊരു ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ പലപ്പോഴും ചിലപ്പം ടീനേജേഴ്സിനെ മാത്രമായിരിക്കും നമ്മൾ, ഒരു പ്രത്യേക തലമുറയെ മാത്രമായിരിക്കും നമ്മൾ കുറ്റം പറയുന്നുണ്ടാവുക എപ്പോഴും ഫോണിലാന്നുള്ളത്. പക്ഷെ അതല്ല സത്യം. നമ്മൾ ടീനേജേഴ്സ് മാത്രമല്ല, എല്ലാവരും ഒരുപോലെ യൂസ് ചെയ്യുന്ന കാര്യമാണ് ഫോൺ എന്നുള്ളത് അല്ലെ. എല്ലാവരും ഫോണിൽ തന്നെയാണ്. ഒരാളുടെ ഒരു ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഒരു വാട്സാപ്പ് ആപ്പ് തുറന്നാൽ തന്നെ എത്രയോ ഗ്രൂപ്പുകളിൽ നമ്മൾ മെമ്പറാണ് അല്ലെ. ഒരുപാട് ഗ്രൂപ്പുകൾ നമ്മളെ ഫോണിൽ ഉണ്ടാവും. ഈ ഗ്രൂപ്പുകളിൽ ഓരോന്നും നമുക്ക് പരലോകത്തേക്കുള്ള നന്മ പോകട്ടെ, പരലോകം അവിടെ നിൽക്കട്ടെ അല്ലെ, ഇഹലോകത്തേക്ക് പോലും ഒരു നന്മക്ക് പോലും അല്ലെങ്കിൽ ഒരു ഉപകാരം ഇല്ലാത്ത വിധത്തിൽ ഏതിനോ ചേർന്നിട്ടിരിക്കുന്ന ഒരുപാട് ഗ്രൂപ്പുകൾ ഓരോന്നും തന്നെ നമ്മളെ ഓരോ ആളുടെ ഫോണിലും ഉണ്ടാവൂലേ. ഈ ഗ്രൂപ്പുകളിലൊക്കെ തന്നെ നമ്മൾ ചിലപ്പം പറയും, ഞാൻ അത്ര ആക്റ്റീവ് അല്ല, ഞാൻ നോക്കാറില്ല, ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ നിൽക്കാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ, അതായത് മറ്റുള്ളവരുടെ ഒരു ചാറ്റിന് വെറുതെ ഒരു മൂകസാക്ഷി എന്നുള്ള രീതിയിൽ ഒരു വിറ്റ്നസ് ആയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഗ്രൂപ്പിൽ നിൽക്കുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ അല്ലെ.
അതായത് നമ്മൾ വിചാരിക്കും ആ ഗ്രൂപ്പുകളൊന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ളത്, പക്ഷെ ആ ഗ്രൂപ്പിൽ വരുന്ന ഓരോ സിംഗിൾ നോട്ടിഫിക്കേഷൻ പോലും നമുക്ക് ഡിസ്ട്രാക്ഷനാണ്. നമ്മളെ അൺകോൺഷ്യസ്ലി അത് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ ശ്രദ്ധ തിരിക്കാൻ അത് കാരണമാവുന്നുണ്ട്. അത് എത്ര തന്നെ നമ്മൾ സമ്മതിച്ചില്ലെങ്കിലും നമ്മൾക്ക് ഉപയോഗമില്ലാത്ത അറിവ് ലഭിക്കാത്ത ഒരു കാര്യത്തിനും ഗുണകരമല്ലാത്ത ഗ്രൂപ്പുകളിൽ നിന്നും നമ്മൾ എക്സിറ്റ് ചെയ്യുക. അത്രയെങ്കിലും ജീവിതത്തിൽ നമ്മൾ കറേജ് കാണിക്കുക അല്ലെ. അതിന്റെ അഡ്മിൻ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ എക്സിറ്റ് ചെയ്യുന്നത് മോശമാണോ, ഇതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ടൈമിനെ മാനേജ് ചെയ്യാൻ, നമ്മളെ ടൈം മാനേജ്മെന്റ് നമ്മുടെ ജീവിതത്തിലേക്ക് ബറക്ക കൊണ്ടുവരുന്നതിനുള്ള പ്രാക്ടിക്കൽ ടിപ്സ് ആണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു മാർഗം എന്നുള്ളത് ഈ അൺനെസസറി ആയിട്ടുള്ള ഗ്രൂപ്പുകളിൽ നിന്നും നമ്മൾ എക്സിറ്റ് ചെയ്യാം. അതിന്റെ മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ വിചാരിക്കുകയാണ് അതങ്ങനെയൊന്നും ഞാനത് നോക്കാറില്ല, ഞാനത് കാണാറില്ല, കേൾക്കാറില്ല എന്നൊക്കെ, പക്ഷെ അത് നമ്മൾ ചെയ്ത് നോക്കുക. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ മറ്റ് പ്ലാറ്റ്ഫോമുകളും, അതായത് വാട്സാപ്പ് മാത്രമല്ല, യൂട്യൂബ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്, അതുപോലെ അങ്ങനെ കണ്ട എല്ലാ തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ നിന്നും നമ്മളൊന്ന് ഡീടോക്സ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ ആ സമയം ടൈം മാനേജ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത് നമ്മളെ ഫ്രീ ടൈം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ആ ഒരു ഇൻസ്റ്റഗ്രാം എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് എടുത്തു കഴിഞ്ഞാലൊക്കെ തന്നെ നമ്മൾ അൺനെസസറി ആയിട്ടുള്ള ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ടാവും. ചിലപ്പോൾ പണ്ടെപ്പോഴോ ഫോളോ ചെയ്ത് വെച്ചതായിരിക്കും. പക്ഷെ അതൊന്നും നമ്മൾ നമ്മൾക്കൊരു ഉപകാരം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, അവരൊന്നും നമ്മളെ ജീവിതത്തിലേക്ക് യാതൊരു പോസിറ്റിവിറ്റിയും കൊണ്ടുവരുന്നില്ല എന്നുണ്ടെങ്കിൽ, പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾ അവരിൽ നിന്നും പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ മാക്സിമം എല്ലാ സെലിബ്രിറ്റീസിനെയും അൺഫോളോ ചെയ്യുക. അതും അങ്ങനെയുള്ള ഓപ്ഷനും ഉണ്ടല്ലോ അല്ലെ. ആ സെറ്റിങ്സിൽ പോയിട്ട് നമ്മൾ അൺഫോളോ ചെയ്യുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും സമയമില്ല എന്നുള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കും നമ്മളെ സമയം പോകുന്നത് അല്ലേ. അതല്ലാതെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്ത് എല്ലാവരുടെ കാര്യങ്ങളും പഠിച്ച് എല്ലാവരുടെ കാര്യങ്ങളും ഓരോരുത്തരും ഓരോ സമയത്ത് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ജീവിതം നോക്കണം, നമ്മളെ പേഴ്സണൽ ലൈഫ് നോക്കണം, നമ്മളെ പ്രൊഫഷണൽ ലൈഫ് നോക്കണം, നമ്മളെ കുട്ടികളെ കാര്യങ്ങൾ നോക്കണം, ഫാമിലിനെ എല്ലാ കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞ് നമ്മുടെ നാട്ടുകാരെയും കൂടി കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സമയം ഉണ്ടാവില്ല. ആ സമയത്തിൽ നമുക്ക് ബർക്കത്തും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ പ്രാക്ടിക്കൽ ടിപ്സ് എന്നുള്ള രീതിയിൽ ഫസ്റ്റ് ടിപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ സോഷ്യൽ മീഡിയ ഡീടോക്സ് ആണ്. ഈ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും അല്ലാതെ നമ്മൾ യൂട്യൂബിലും അതേപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് നമ്മൾ സമയം പോകുന്നതിനുള്ള ഏറ്റവും വലിയൊരു റീസൺ ആണ് യൂട്യൂബ് എന്നുള്ളത് അല്ലേ. നമ്മൾ യൂട്യൂബിൽ ചിലപ്പം പണ്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങൾ അടിച്ചു നോക്കിയിട്ടുണ്ടാവും. ഓരോ ഗ്രൂപ്പിനും ഓരോ ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലേ. യൂട്യൂബിൽ പോയി നോക്കാൻ വേണ്ടിയിട്ട് ടീനേജേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കൂടുതലായിട്ടും ഓരോ സെലിബ്രിറ്റീസിനെ ഫോളോ ചെയ്തിട്ട് സ്കിൻ കെയർ റൂട്ടീന്, അവരെ മോർണിംഗ് റൂട്ടീന്, നൈറ്റ് റൂട്ടീൻ എന്താണ്, അവർ ഗെറ്റ് റെഡി വിത്ത് മീ അല്ലെ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഫോളോ ചെയ്തിരിക്കുന്നുണ്ടാവും. ഞാനിപ്പോൾ പറയുന്ന ഈ പ്രാക്ടിക്കൽ ടിപ്പ് ടീനേജേഴ്സിൻ്റെ എന്നുള്ളത് നിങ്ങൾ എല്ലാ ഓരോ സെലിബ്രിറ്റീസിൻ്റെയും കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് അവരെന്താ ചെയ്യുന്നത് എന്നുള്ളത് ചോദിച്ചിട്ട് വേണ്ട നിങ്ങളെ സ്കിന്നിനെ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യാൻ. നിങ്ങൾക്കൊരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോവാം. നിങ്ങളെ സ്കിൻ ടൈപ്പിനുള്ള പ്രൊഫഷണൽ അഡ്വൈസ് നിങ്ങൾക്ക് അവരുടെ അടുത്ത് ചോദിച്ചിട്ട് ഏറ്റവും നല്ലൊരു മോയ്സ്ചറൈസർ, ഏറ്റവും നല്ലൊരു സൺസ്ക്രീന്, നിങ്ങളെ സ്കിന്നിന് ഉതകുന്ന തരത്തിലുള്ള ആ കാര്യങ്ങൾ, ഒരു ലിപ് ബാം, ഇത്രയും നിങ്ങൾക്ക് ആവശ്യമുള്ളൂ അല്ലെ. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിന്റെ പിന്നാലെ ഡെയിലി എന്നുള്ള രീതിയിൽ ഓരോരുത്തരുടെയും ഓരോ ബ്രാൻഡ്, ഇന്ന ബ്രാൻഡ് ഇങ്ങനെ പോയി നോക്കേണ്ട ഒരു ആവശ്യമില്ലല്ലേ. ഞാൻ പറയാൻ കാരണം എന്നുള്ളത് ടീനേജേഴ്സിന്റെ ഏറ്റവും മെയിനായിട്ട് ഇപ്പം സമയം പോകുന്നത് എന്നുള്ളത് ഈ ഓരോ സെലിബ്രിറ്റീസിനെ ഫോളോ ചെയ്തിട്ട് അവരെന്താ ചെയ്യുന്നത്, അവരെങ്ങനെയാ റെഡി ആവുന്നത്, അവരെങ്ങനെയാ ഹിജാബ് ധരിക്കുന്നത്, ഇതൊക്കെ നോക്കിയിട്ടുള്ളത്. ഹിജാബീസ് ആണെന്നുണ്ടെങ്കിൽ ഹിജാബ് ധരിക്കുന്നത്, ഇങ്ങനെ ഓരോ ആ ഒരു ബ്യൂട്ടി ഏരിയയിലാണ് അല്ലെങ്കിൽ ബ്യൂട്ടി ടിപ്സിന്റെ ഏരിയയിലായിരിക്കും ടീനേജേഴ്സ് കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാവല്ലേ. ഇനി നമ്മളെ കാര്യങ്ങൾ ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള ആൾക്കാരെങ്കിൽ അല്ലെങ്കിൽ പ്രായമുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഓരോ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ. ഇപ്പൊ കുക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെന്നോ ചില കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടാവും. പക്ഷെ ഈ യൂട്യൂബ് ആണെന്നുണ്ടെങ്കിലും ഇതിന്റെ ആൽഗോരിതം പ്രകാരം നമുക്ക് തരുന്ന ഫീഡ്സ് എല്ലാം നമ്മൾ പണ്ട് നോക്കി വെച്ച അതേ തരത്തിലായിരിക്കില്ല. അപ്പൊ ഏറ്റവും നല്ല ഓപ്ഷൻ എന്നുള്ളത് നമ്മൾക്ക് ഒരു കാര്യം, ആവശ്യമുള്ള ഒരു കാര്യം നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
സെക്കൻഡ് ടൈം നമ്മൾ ആ സെർച്ച് ഹിസ്റ്ററി അവിടെ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അന്ന് നമ്മൾ ആ യൂട്യൂബിൻ്റെ സെർച്ച് ഹിസ്റ്ററി നമ്മൾ പോയിട്ട് ഓഫ് ചെയ്യുക. അത് എങ്ങനെയാണെന്ന് അറിയാത്തവർ എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ചോദിക്കാൻ ഞാൻ അതിൻ്റെ വീഡിയോ അയച്ചു തരാം. അതിൻ്റെ സ്ക്രീൻ റെക്കോർഡിങ്ങിൻ്റെ വീഡിയോ ഉണ്ട്. അത് ചെയ്ത് നിങ്ങൾ സെർച്ച് ഹിസ്റ്ററി ഓഫ് ചെയ്ത് തന്നെ വെക്കണം യൂട്യൂബ്. ഓക്കെ, യൂട്യൂബിൽ അത് ഓഫ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൽ കൂടെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ സമയം അതിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെക്കുക. യൂട്യൂബ് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയാസ് ഒക്കെ നമ്മൾ ഒരു പരിധി വരെ നമുക്ക് സമയം തിരികെ ലഭിക്കാൻ വേണ്ടി അതൊക്കെ കാരണമായേക്കും. ഇനി ഇതേപോലെ തന്നെ നമ്മൾ മതഗ്രൂപ്പുകളാണെന്നുണ്ടെങ്കിലും ഇപ്പം വാട്സാപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം ചിലർക്ക് നല്ല ഉദ്ദേശത്തിലായിരിക്കും ചിലത് വിചാരിക്കുന്നത്. എല്ലാ ഗ്രൂപ്പുകളിലും കാണുന്ന എല്ലാ ഗ്രൂപ്പുകളിലും നിരത്തി നമ്മൾ പോയി ജോയിൻ ചെയ്യും അല്ലേ. ഇന്ന മെസ്സേജ് കിട്ടാൻ വേണ്ടി ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, അതിലും ജോയിൻ ചെയ്ത് ആ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ നിന്ന് വേറൊരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് ഇങ്ങനെ കണ്ട എല്ലാ മതഗ്രൂപ്പുകളിൽ നിരത്തി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പുകളിലൊക്കെ മെസ്സേജ് ഉണ്ടാവില്ലേ. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കെ നമുക്ക് തന്നെ നമ്മുടെ ബ്രെയിനിന് തന്നെ ഇതിപ്പോൾ എവിടുന്ന് എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു തോന്നലുണ്ടാവും. അങ്ങനെ നമ്മൾ ഒരുപാട് കാണുമ്പോൾ എന്തായിരിക്കും നമുക്ക് ഓട്ടോമാറ്റിക്കലി തോന്നുന്നത് എന്താണ്, ഇപ്പം സമയമില്ല ഇത്രയും നോക്കാൻ, ഇതിൽ നിന്ന് ഇപ്പോൾ ഏതെടുക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, അവസാനം ഒന്നും നോക്കാത്തൊരവസ്ഥ. ആ ഒരു അവസ്ഥയിലേക്ക് വരരുത്. അത് മതപരമായിട്ടുള്ള ഗ്രൂപ്പാണെന്നുണ്ടെങ്കിലും നമ്മൾ ഏതെങ്കിലും നമുക്ക് പതിവാക്കാൻ പറ്റുന്ന, ഓക്കെ ഫസ്റ്റ് നമുക്ക് എല്ലാത്തിലും വേണമെങ്കിൽ ജോയിൻ ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, നമുക്ക് ഏറ്റവും നല്ലതാണെന്ന് തോന്നുന്ന ചില ഗ്രൂപ്പുകളിൽ വേണ്ടി മാത്രം, പതിവാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന ഗ്രൂപ്പുകളിൽ മാത്രം ജോയിൻ ചെയ്തിട്ട് അതിലുള്ള ആക്ടിവിറ്റീസ് ഫോളോ ചെയ്യുക. അത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അത് പതിവായി നമ്മൾ പ്രാവർത്തികമാക്കുക. ഓക്കെ, അള്ളാഹുവിനും ഇഷ്ടം അത് തന്നെയാണ് അല്ലേ. നമ്മൾ ഡെയിലി ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്ന സ്വാലിഹായിട്ടുള്ള അമലുകളാണ് അള്ളാഹുവിനും ഏറ്റവും ഇഷ്ടമല്ല. നമുക്ക് ഡെയിലി എന്ന് പറഞ്ഞ മാതിരി നമുക്ക് പതിവാക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പതിയെ ചെയ്തു തുടങ്ങുക. അങ്ങനെയുള്ള ചെറിയ ചെറിയ ചേഞ്ചിലൂടെ ആണ് നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുക അല്ലേ. അപ്പോൾ ആ ഒരു ക്വാളിറ്റി നമ്മൾ ജീവിതത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആക്കി ചെയ്യാൻ നോക്കുക. അത് ഏത് കാര്യമാണെന്നുണ്ടെങ്കിലും, ഇപ്പൊ ദീനിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ആ ഒരു ക്വാളിറ്റി നമ്മളെ കാര്യത്തിൽ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ട് വാരി വലിച്ച്, അങ്ങനെ നമ്മളൊരു വീടാണെന്നുണ്ടെങ്കിൽ പോലും എന്താണ്, നമ്മൾ വാരി വലിച്ചിട്ട് അതിനാ വൃത്തികേട് തന്നെയാണ് അല്ലേ. അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസും നമ്മളെ സോഷ്യൽ മീഡിയ ഒക്കെ തന്നെ നമ്മൾ ഓർഗനൈസ് ചെയ്ത് ഒന്ന് ഡീടോക്സ് ചെയ്ത് വെക്കണം അല്ലേ. അത് ഒരു പ്രാക്ടിക്കൽ ടിപ്പാണ്, നമ്മളെ സമയം ബർക്കത്തുള്ളതാക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്. കാരണം നമ്മൾ ആത്മശുദ്ധീകരണം എന്നുള്ള ആ ഒരു വിഷയത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ ആത്മശുദ്ധീകരണത്തിന് ആത്മവിശകലനം ആവശ്യമാണ്. അതിന് നമുക്ക് സമയം ആവശ്യമാണ് അല്ലെ. ആ സമയം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് നമ്മളെ ഒന്ന് നമ്മൾ വിലയിരുത്തുക, പഠിക്കുക, നമ്മളെപ്പറ്റി നമ്മൾ പഠിക്കുക. നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങളിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല അല്ലേ. നമ്മൾ കുറച്ചൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പം നമ്മളെ തലയിൽ ചിലപ്പം വരുന്നത്, നമ്മൾ ചിലപ്പോൾ ചില വീഡിയോസ് കാണുമ്പോൾ പോലും നമ്മളിലേക്ക് വരുന്നത് ചിലപ്പോൾ നമ്മളായിരിക്കില്ല, നമുക്ക് അറിയുന്ന ഏതെങ്കിലും ഒരാളെ ആയിരിക്കും അവരുടെ മുഖമായിരിക്കും നമ്മൾ ഈ വീഡിയോ കാണുമ്പോഴൊക്കെ ഓർക്കുക. എന്നിട്ട് ചിലപ്പം പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഗ്രൂപ്പിലോ അല്ലെങ്കിൽ പേഴ്സണലിയോ നമ്മൾ അയച്ചു കൊടുക്കുകയും ചെയ്തിട്ട് പറയുകയും ചെയ്യും, കേൾക്കട്ടെ അല്ലേ, നന്നാവട്ടെ ഇതൊക്കെ ഒന്ന് കേട്ടിട്ട്. ഇത് നമ്മൾ വരുത്തുന്ന ഏറ്റവും വലിയ തെറ്റാണ് അല്ലേ. നമ്മൾ എന്തെങ്കിലും കാണുമ്പോഴോ കേൾക്കുമ്പോഴോ ആദ്യം വരേണ്ടിയ മുഖം നമ്മളെ തന്നെയാണ് അല്ലേ. നമ്മളെയാണ് നമ്മൾ ആദ്യം മാറ്റിയെടുക്കേണ്ടത്. നമ്മൾ സെൽഫി എടുക്കുന്ന കാലമാണ് അല്ലേ. നമ്മളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന കാലമാണ്. അപ്പോൾ ആ ഒരു ഫോക്കസ് നമ്മളെ ദീനിയായിട്ടുള്ള കാര്യങ്ങളിലും നമ്മളെ സെൽഫ് ഇംപ്രൂവ്മെന്റിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യണം. നമ്മൾ ചിലപ്പം പോർട്രേറ്റ് മോഡിലും ഒക്കെ നമ്മൾ ഫോട്ടോസ് എടുക്കില്ലേ, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ബ്ലേർഡ് ആക്കിയിട്ട്. അപ്പോൾ അതുപോലെ നമുക്ക് ചുറ്റുള്ളതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ചുറ്റുള്ള ആൾക്കാർ എന്തും വേണമെങ്കിൽ ചെയ്തോട്ടെ, പക്ഷേ ആദ്യം നമ്മൾ സംസ്കരിക്കേണ്ടത് നമ്മളെ തന്നെയാണ്. ഓക്കെ, ആദ്യം നമ്മൾ ശുദ്ധീകരിക്കേണ്ടത് നമ്മളെ തന്നെയാണ്. ആ ശുദ്ധീകരണത്തിനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്, നമുക്ക് എന്തെങ്കിലും വൃത്തികേട് ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയണല്ലേ. നമ്മളൊരു തെറ്റും ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഒരു മാറ്റം അല്ലെങ്കിൽ ശുദ്ധീകരണം ഒന്നും ഒരിക്കലും പോസിബിൾ ആവില്ല അല്ലെ. ഉദാഹരണമായിട്ട് നമ്മളൊരു കിച്ചണിൽ കയറി കഴിഞ്ഞാൽ കിച്ചണിൽ നമ്മളെ കൈ തട്ടി എന്തെങ്കിലും താഴെ നിലത്ത് വീണു, പൊട്ടി, അല്ലെങ്കിൽ താഴെ എന്തെങ്കിലും ജ്യൂസ് പോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മറിഞ്ഞു. അപ്പോൾ നമ്മളത് ഉടനെ തന്നെ ക്ലീൻ ചെയ്യുന്നത്
അത് വൃത്തികേടാണ്, അത് അവിടെ അങ്ങനെ ഇട്ടേച്ച് വെക്കാൻ പറ്റില്ല എന്നുള്ളത് അറിഞ്ഞുകൊണ്ടിട്ടാണ് നമ്മളത് വേഗം ക്ലീൻ ചെയ്യുന്നതിലെ. അതേസമയം നമ്മൾ അത് പോട്ടെ, അത് കുഴപ്പമില്ല എന്ന് വിചാരിച്ച് അവിടെ തന്നെ ഇട്ടേച്ച് കഴിഞ്ഞാൽ, ഇത് വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ, ഒരാഴ്ച എടുക്കേണ്ട ആവശ്യമില്ലല്ലേ, 2-3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മൾ കിച്ചന്റെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? ആർക്കെങ്കിലും അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റുമോ? അപ്പൊ അതേപോലെ തന്നെ നമ്മളെ ഹൃദയം എന്ന് പറയുന്നത് ഒരു ഹൈ ട്രാഫിക് ഏരിയ ആണ്. എന്താണ് ഈ ഹൈ ട്രാഫിക് ഏരിയ എന്ന് പറഞ്ഞത്? അത്രയും തോട്ട്സ്, അത്രയും ചിന്തകൾ നമ്മളെ ഹൃദയത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മിനിറ്റിൽ ഒരു ചിന്ത ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് മിനിറ്റിൽ അതിന്റെ നേരെ വേറെ എന്തെങ്കിലും ചിന്തയായിരിക്കില്ലേ? അത്രയും ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ചിന്തകള് ചില സമയം ആ ചിന്തകൾ പ്രവൃത്തിയിലേക്ക് നയിക്കും. ചില സമയം ആ ചിന്തകൾ പ്രവൃത്തിയിലേക്ക് നയിച്ച് നമ്മളത് അതൊരു പ്രവൃത്തിയായി മാറും. ചില സമയം ആ ചിന്തക്ക് നമ്മളൊന്ന് കടിഞ്ഞാണിട്ട് അതവിടെ പിടിച്ചു നിർത്തും. അത് നമ്മളെ നെഫ്സ് നമ്മളോട് കൽപ്പിക്കുന്നത് നമ്മൾ ചെയ്യുന്നോ ഇല്ലേ എന്നുള്ളതനുസരിച്ചിരിക്കും നമ്മൾ അത് പ്രവൃത്തിയിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആ പ്രവൃത്തിയിലേക്ക് എത്തുന്ന ആ പ്രവൃത്തി എന്ന് പറയുന്നത് ഒരു തെറ്റായ പ്രവൃത്തിയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഹൃദയത്തിൽ ഒരു കറയായിട്ട് അവിടെ കിടക്കും. അപ്പൊ ആ കറ ഇങ്ങനെ ഒരു ഡെയിലി എന്നുള്ള കണക്കിൽ, ഒരു വീക്ക്ലി എന്നുള്ള കണക്കിൽ, മന്ത്ലി എന്നുള്ള കണക്കിൽ, ആനുവലി എന്നുള്ള കണക്കിൽ അങ്ങനെ പോകുമ്പോൾ അത് എത്രയോ കറ പിടിച്ച് ഹൃദയം ഏറ്റവും കറയുള്ള ഹൃദയത്തിൽ നിന്ന് പിന്നെ ഒന്നും നമുക്ക് കിട്ടാനില്ല. ഹൃദയം നമുക്കൊരു കോമ്പസ് ആയിട്ട്, ഒരു മോറൽ കോമ്പസ് ആയിട്ട് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ലൈറ്റ് വരണം അല്ലെ? അള്ളാന്റെ വെളിച്ചം ഹൃദയത്തിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ, അത് ഹൃദയം ക്ലീൻ ആയാൽ മാത്രമേ ഉള്ളൂ ആ ഒരു പ്രകാശം നമുക്ക് കിട്ടുള്ളൂ അല്ലെ? അപ്പൊ ആ ഹൃദയത്തിൽ മൊത്തം ഇതുപോലെ കറയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്യാന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ അതേ ഒരു റൂട്ടീനിൽ അങ്ങനെ അങ്ങ് പോകും. ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണ്, ഞാൻ ഭയങ്കര നല്ല ആളാണെന്നുള്ള രീതിയിൽ തന്നെ പോയി കഴിഞ്ഞാൽ നമ്മൾ നാളെ പിറ്റേന്ന് നമ്മൾ മരിച്ച അള്ളാഹുവിനെ കാണുന്ന സമയത്ത് നമ്മളെ ഹൃദയത്തിന്റെ സ്റ്റാറ്റസ് എന്താന്നുള്ളത് അന്ന് അവിടെ വെച്ച് അറിയുന്നതിനേക്കാൾ നല്ലത് നമ്മൾക്ക് ആ തിരുത്ത് ഇന്ന് ഇവിടെ നിന്ന് ചെയ്യേണ്ടതുണ്ടല്ലേ. അപ്പോൾ ഈ ചോദ്യം, നമ്മൾ ആത്മവിശകലനത്തിന്റെ ഈ ചോദ്യം, നമ്മൾ ആരാന്നുള്ള ചോദ്യം, നമ്മൾ ആരാണ് എന്നുള്ള ഈ നമുക്ക് പുറമെയുള്ള ഈ ലേബൽസ് എല്ലാം അഴിച്ചു മാറ്റിക്കഴിഞ്ഞാലുള്ള ഞാനെന്ന പച്ചയായ മനുഷ്യൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ അല്ലേ? നമ്മൾ അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹു സൃഷ്ടിച്ച അവന്റെ അബുദാണ് നമ്മൾ അല്ലെ? അപ്പൊ നമ്മൾ എന്തിനാണ് അള്ളാഹു സൃഷ്ടിച്ചത്? അള്ളാഹുവിന് നമ്മളെ സൃഷ്ടിക്കാതെ ഇരിക്കുകയായിരുന്നു അല്ലെ? പക്ഷെ നമ്മൾ അവന്റെ ഒരു സൃഷ്ടിയായിട്ട് ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടു, നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചു. അതുപോലും അള്ളാഹിന്റെ കാരുണ്യാണ് അല്ലെ? നമുക്ക് അതിലൂടെ അള്ളാഹു ഒരു ചാൻസ് നൽകുകയാണ്. നമ്മൾ എന്നേക്കുമായിട്ട് അള്ളാഹുവിന്റെ ആ സ്വർഗം ആസ്വദിക്കാനുള്ള ഒരു ചാൻസ് ആ ഒരു സൃഷ്ടിയിലൂടെ അള്ളാഹു നമുക്ക് നൽകുകയാണ് അല്ലെ? പക്ഷെ ആ സ്വർഗം നമുക്ക് ലഭിക്കണോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മളാണ്. ഈ ജീവിതകാല അളവിൽ ആ സ്വർഗം നേടാൻ നമുക്കുള്ള മൂലധനം എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ സമയമാണ്. ഈ സമയത്തെ നമ്മൾ സ്വാലിഹായ അമലുകൾ ചെയ്യാൻ ഉപയോഗിക്കാതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതം ഇതാന്ന് പറയുമ്പോഴേക്ക് തീരുല്ലേ? നമ്മളെ ജീവിതത്തിനെ തന്നെ ഒരു ഏത് പ്രായത്തിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിലും ഒന്ന് പുറകെ എടുത്ത് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ എത്ര പെട്ടെന്നാണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നതല്ലേ? ഇനിയും ഇതേപോലെ ഇത്രയും വർഷങ്ങളൊക്കെ നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഇത്രയും വർഷം ജീവിക്കുമോ എന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറിയില്ല. ഇന്ന് മരിക്കോ നാളെ മരിക്കോ എന്നുള്ളതൊന്നും നമുക്കറിയില്ലല്ലേ? അപ്പോൾ ഈ ഒരു കാലയളവിൽ നമ്മളെ മരണത്തിനിടയിലുള്ള ഈ ഒരു കാലയളവിൽ നമ്മൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ആ ജീവിതത്തെ മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ കറപുരണ്ട ഹൃദയം മാറ്റിയെടുക്കുക എന്നുള്ളത് തന്നെയാണല്ലേ? ആ ഹൃദയമായിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ നമുക്ക് എന്തായാലും സ്വർഗം കരസ്ഥമാക്കാൻ കഴിയില്ല. സ്വർഗം നരകം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എന്തോ എവിടെയോ ഒരു കെട്ടുകഥ വായിക്കുന്നത് പോലെ ഒക്കെ നമ്മൾ അതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. യാന്ത്രികമായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുന്നതല്ലാതെ നമ്മൾ സ്വയം ദൃഢപ്രതിജ്ഞ എടുത്തിട്ട് മനസ്സിൽ സ്വർഗത്തെ സ്വപ്നം കണ്ടുകൊണ്ടിട്ട് നമ്മൾ എനിക്ക് അവിടെ തന്നെ പോകണം, എനിക്ക് മറ്റേ ഓപ്ഷൻ എനിക്ക് വേണ്ട, എനിക്ക് സ്വർഗത്തിൽ തന്നെ പോകണം എന്നുള്ള അത്രയും ദൃഢപ്രതിജ്ഞ എടുത്തവര് വളരെ ചുരുക്കം ആൾക്കാരെ നമ്മളിൽ ഉണ്ടാവില്ലേ? കാരണം എന്താണ്? കാരണം നമ്മൾ ദുനിയാവുമായിട്ട് അത്രയും അങ്ങോട്ട് കെട്ടിപ്പണിഞ്ഞു കിടക്കുകയാണ്. ദുനിയാവ് നമ്മളോട് അള്ളാഹു ഒരു വഞ്ചനയാണെന്നുള്ള കാര്യം ഉണർത്തിയിട്ട് പോലും അതങ്ങ് നമുക്ക് അങ്ങ് കയറുന്നില്ല നമ്മളെ തലയിലല്ലേ? ഇതൊക്കെ ഒരു വഞ്ചന മാത്രമാണെന്നുള്ളതൊന്നും നമ്മളെ മനസ്സങ്ങോട്ട് അങ്ങ് സ്വീകരിക്കുന്നില്ല. നമ്മളങ്ങ് അതിലിങ്ങനെ ഒരു ചങ്ങല ഇട്ട പോലെ ആ ദുനിയാവിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കാണല്ലേ? ദുനിയാവ് തന്നെ ഉള്ളൂ എന്നുള്ളൊരു ഫീലിംഗ് മാത്രമേ നമുക്കുള്ളൂ. കാരണം ഈ ഒരു കാര്യങ്ങൾ
നമ്മൾ ഒരിക്കലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുന്നില്ല. ദുനിയാവ് വളരെ ചെറുതാണ്. നമുക്ക് ഇനി പോവേണ്ടതാണ്. ശരിക്കുമുള്ള ജീവിതം എന്നുള്ളത് തുടങ്ങുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളെ മരണത്തിന് ശേഷമാണ്. നമ്മളെ ആഖിറമാണ് നമ്മളെ യഥാർത്ഥ സ്ഥലം. അതാണ് നമ്മൾ ബിലോങ് ചെയ്യുന്നത്, അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് വളരെ നമ്മളെ ഓരോ ജീവിത ഘട്ടങ്ങളിൽ നമുക്ക് പല ഘട്ടങ്ങളും ഉണ്ടായിരുന്നു അല്ലേ. നമ്മളൊന്നും അല്ലാത്തൊരു ഘട്ടവും നമുക്ക് ഉണ്ടായിരുന്നു. അത് പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം എന്തായാലും. അപ്പൊ ആ ഘട്ടങ്ങൾ കഴിഞ്ഞ് നമ്മൾ ഈ ഭൂമിയിൽ അവതരിച്ചു. നമ്മൾ ഭൂമിയിൽ ഇപ്പം ജീവിച്ചിരിക്കുമ്പോൾ നമ്മളോട് തന്നെ വഞ്ചന കാണിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? ഈ ജീവിതം തന്നെയുള്ളൂ, നമുക്ക് ചുറ്റുപാട് നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. നമ്മളെ ഫാമിലി, നമ്മളെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സറൗണ്ടിങ്സ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇതേ ഉള്ളൂ എന്നുള്ളൊരു ചിന്ത മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ ഈ ഒരു ജീവിതത്തിൽ തന്നെ നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കണം അല്ലെ. നമുക്ക് എസ്പെഷ്യലി നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ബുദ്ധിമുട്ടൊന്നും അള്ളാഹു മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പം പിന്നെ തോന്നുന്നത് എന്താണ്? അടിച്ചു പൊളിക്കണം അല്ലെ. നമുക്ക് മരണം എന്നുള്ളത് എപ്പോഴാ വരാന്ന് പറയാൻ പറ്റില്ല. ഈ ലൈഫ് എൻജോയ് ചെയ്ത് മാക്സിമം എൻജോയ് ചെയ്ത് ജീവിക്കണം അല്ലെ. ഒരാൾ ഈ ഒരു ദൃഢപ്രതിജ്ഞ എടുത്തിട്ട് എനിക്ക് മാക്സിമം ലൈഫിൽ ഞാൻ സന്തോഷിച്ചിട്ട് ജീവിക്കാൻ പോവാണെന്നുള്ള രീതിയിൽ എല്ലാ വിധിവിലക്കുകളും തട്ടിപ്പറത്തി അല്ലെ, അള്ളാഹുവിൻ്റെ എല്ലാ വിധിവിലക്കുകളും തട്ടിപ്പറത്തി ഒരാൾ ജീവിക്കാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരുപക്ഷെ ഇനി അയാൾ സന്തോഷത്തോടെ ജീവിച്ചാൽ പോലും അയാളുടെ ഭാഷയിലുള്ള സന്തോഷത്തിൽ അയാൾ ജീവിച്ചാൽ പോലും എത്രയാന്നില്ലേ അല്ലെ, എത്ര കാലയളവിൽ അയാൾ ജീവിക്കും? ഒരു മാക്സിമം ഒരു 100 നമ്മൾ ഒരു ലൈഫ് സ്പാൻ അയാൾക്ക് കണക്കാക്കി എടുത്ത് അയാൾ അത്രത്തോളം ജീവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതൊക്കെ വളരെ ഷോർട്ടായിട്ടുള്ള ടൈം തന്നെയാണ്. ഇതാന്ന് പറഞ്ഞ് തീരും. നമ്മളെ ജീവിതം നമ്മൾ വിചാരിക്കുന്നതിന് മുന്നേ തീരും അല്ലേ. ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മളെ ജീവിതം എന്ന് പറയുന്നത് അത്ര നൈമിഷികമായിട്ട് എത്രയോ ചെറുതാണ് അല്ലേ. കാരണം നമ്മൾ വിചാരിക്കും നമ്മളെ ജീവിതത്തിൽ ഒരുപാട് ദൂരമുണ്ട്, മരണത്തിലേക്ക് ഒരുപാട് സമയമുണ്ട് എന്നുള്ളതൊക്കെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളൊരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് പോവാണ്, ഒരു പോയിന്റ് A to B നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മളെ ആ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു 25 മൈൽസ് ആണെന്ന് വിചാരിക്കാം. ആ ഒരു 25 മൈല് നമ്മൾ കാറ് മുഖേനയോ ബസ് മുഖേനയോ അങ്ങനെ പോവുകയാണെന്ന്, ഏത് വാഹനത്തിൽ ഉപയോഗിച്ച് പോവുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ കണക്കിലൊരു ദൂരം ഉണ്ട് അല്ലേ. പക്ഷെ നമ്മളൊരു ജോഗ്രഫിക്കലി നമ്മളുള്ള ഏരിയ എടുത്ത് നമ്മളൊന്ന് ഫ്ലൈറ്റിലാണ് പോകുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്ക് അല്ലേ. അപ്പോൾ ഉയരം കൂടി കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ഒരു പൊടി കണക്കേ ഉള്ളൂ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലേ. നമുക്കൊരു ഏരിയ എന്നുള്ളത് നമ്മൾ നടന്നു പോകുന്നതും കാറിൽ പോകുന്നതും ഫ്ലൈറ്റിൽ പോകുന്നതും ഒക്കെ ആയിട്ട് പോകുമ്പോൾ ഡിസ്റ്റൻസ് ഇങ്ങനെ മാറി വരും അല്ലേ. അപ്പം നമ്മൾ ഇനിയും പോയി അപ്പം ഈ ഫ്ലൈറ്റിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് അപ്പോൾ അത് അത്രയേ ഉള്ളൂ, ചെറിയൊരു ഡിസ്റ്റൻസേ ഉള്ളൂ അല്ലേ. ഒരു ചെറിയ കുത്തു പോലെയാണ് നമുക്ക് കാണുന്നുള്ളൂ. അപ്പം അള്ളാഹുവിനെ എന്ന് പറയുമ്പം ഇത്രയും ഈ നമ്മളെ വർഷങ്ങളൊക്കെ എന്നൊക്കെ പറയുന്നത് വളരെ ചെറുതാണ് അല്ലേ. നമ്മളെ ഈ ജീവിതം മുഴുവൻ ജീവിച്ച് തീർക്കാനും അതുപോലെ തന്നെ ഭൂമി തന്നെ നശിക്കാനും അള്ളാഹുവിൻ്റെ കണക്കിൽ അത് വളരെ ചെറുതാണ്. അപ്പം നമ്മൾ വലിയ തരത്തിൽ നമ്മൾ ചിന്തിക്കുന്നില്ല അല്ലേ. നമ്മൾ വളരെ ചെറിയ തരത്തിലുള്ള നമ്മൾ ചിന്തയുള്ളൂ. നമ്മളെ ബുദ്ധിയുടെ പരിമിതി നമ്മൾ മനസ്സിലാക്കാണ്ട്, നമ്മളെ ബുദ്ധിൻ്റെ ലിമിറ്റേഷൻ നമ്മൾ മനസ്സിലാക്കാണ്ട് നമ്മൾ ഈ ജീവിതത്തെ വലിയ എന്തോ സംഭവമായിട്ട് ഒരുപാട് എനിക്ക് ജീവിക്കാനുണ്ട്, ഈ ജീവിതത്തിൽ ഈ ലൈഫൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ കാട്ടുന്ന, നമ്മളെ നെഫ്സിനോട് കാട്ടുന്ന വഞ്ചനയാണ് അല്ലേ. അപ്പോൾ ഈ നെഫ്സിനെ നമുക്ക് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മാറ്റത്തിന് തയ്യാറാവണം അല്ലേ. നമ്മൾ ആ മാറ്റത്തിന് തയ്യാറാണെന്നുണ്ടെങ്കിൽ ഇതുവരെ നമ്മൾ ചെയ്തതൊക്കെ പോട്ടെ, നമ്മളെല്ലാവരും എണ്ണിയാ തീരാത്തത്ര കുറ്റങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ജീവൻ ഉള്ളിടത്തോളം നമുക്ക് ഇനിയും ഉള്ള സമയം ഉപയോഗിച്ച് നമുക്ക് മാറ്റം വരുത്താം അല്ലെ. മനസ്സിന്റെ എത്രത്തോളം അശുദ്ധി ഉണ്ടെങ്കിലും നമുക്കത് ക്ലീൻ ചെയ്യാം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ. ആ ശുദ്ധീകരണം നമ്മൾ നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം, അപ്പോഴേ നമുക്ക് പ്യൂരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ആദ്യം നമ്മൾ പ്യൂരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആസ് എ ഹോൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, ഒരു മനുഷ്യനാന്നുള്ളത് കൺസിഡർ ചെയ്യുമ്പോൾ, എസ്പെഷ്യലി നമ്മളെ നെഫ്സിനെ നമ്മൾ ശുദ്ധീകരിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലേ. നെഫ്സിനെ പറ്റിയും റൂഹിനെ പറ്റിയൊന്നും ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്കറിയില്ല, നമുക്ക് അള്ളാഹു പറഞ്ഞു തന്നിട്ടില്ല. കാരണം നമുക്കത് ഗ്രഹിക്കാൻ പറ്റൂല. നമുക്ക് അള്ളാഹുവിൻ്റെ ആ ഗൈബാക്കി വെച്ച ഇൽമു തന്നെ പറയുന്നത് അത് അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ കുറച്ച് കാര്യങ്ങളൊക്കെ ഖുറാനിലും ഹദീസിലും പറഞ്ഞു വെച്ചതനുസരിച്ച് നമ്മൾ ഈ കാര്യങ്ങൾ ഈ ഒരു പ്രോസസ്സിന് വേണ്ടി, അതായത് ഈ ഒരു ആത്മശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ പഠിക്കാൻ നോക്കുകയാണ്. അപ്പം ഇസ്ലാമിക് സൈക്കോളജി എന്ന് പറയുമ്പം മനുഷ്യൻ്റെ
സൈക്കിനെ 5 തരംതിരിച്ചിരിക്കുന്നുണ്ട്. 5 തരംതിരിക്കുക എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമത്തേതായിട്ട് പറയുന്നത് നഫ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സോൾ അല്ലെങ്കിൽ നഫ്സിനെ നമ്മൾ സ്വയം, നമ്മൾ തന്നെ അല്ലെ, സ്വന്തത്തെ പ്രതിനിധീകരിക്കാൻ വേണ്ടിയിട്ട് ആ സ്വയം എന്നുള്ള കൺസെപ്റ്റിനെയാണ് നമ്മൾ നഫ്സ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ. പക്ഷേ നഫ്സിന് മറ്റു മീനിങ്സും ഉണ്ട്. ലോവർ സെൽഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നമ്മളെ താഴെക്കിടയിലുള്ള നമ്മളെ ആ ഒരു സെൽഫിന്റെ സ്റ്റാറ്റസ്, അല്ലെങ്കിൽ നമ്മളെ ബിഹേവിയറൽ ഇൻക്ലിനേഷൻസ് എന്ന് പറയും. നമ്മളെ തെറ്റ് ചെയ്യാനുള്ള ചായ്വ്, അതിന് നഫ്സ് എന്ന് പറയും. പക്ഷെ നമുക്ക് നഫ്സിനെ ഡിസിപ്ലിൻ ചെയ്ത് നഫ്സിനെ നമുക്ക് അച്ചടക്കം കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് വിട്ടു നിർത്താനും പറ്റും. ഇനി നമുക്ക് രണ്ടാമത്തെ കോമ്പണന്റ് എന്ന് പറയുന്നത് റൂഹ് അഥവാ സ്പിരിറ്റ് അഥവാ ആത്മാവ്. പല സമയങ്ങളിലും ഈ നഫ്സും റൂഹും ഒന്നാണ് എന്നുള്ളതാണ് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഭൂരിഭാഗം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് റൂഹ് നഫ്സായി തീരും, അതായത് രണ്ടും ഒന്നാവുന്ന സമയങ്ങളുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവസരങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തേത് പറയുന്നത് അക്കല് അഥവാ ബുദ്ധി അഥവാ നമ്മളെ ഇന്റലക്റ്റ്, നമ്മളെ തെറ്റും ശരിയൊക്കെ വേർതിരിച്ച് അറിയാനുള്ള ആ ഒരു കഴിവ്. നാലാമത്തേത് എന്ന് പറയുന്നത് കൽബ് അഥവാ നമ്മളെ ഹൃദയം എന്ന് പറയുമ്പോൾ നമ്മളെ രക്തം പമ്പ് ചെയ്യുന്ന നമ്മളെ ഹാർട്ട്, അല്ലെങ്കിൽ നമ്മളെ ഇന്റേണലി ഉള്ള ആ ഓർഗൻ അല്ല നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്ന ഹൃദയം എന്ന് പറയുന്നത് ഇസ്ലാമിക്കലി പറയുമ്പോൾ നമ്മളെ ആത്മീയ ഹൃദയം, സ്പിരിച്വൽ ഹാർട്ടിനെ പറ്റിയാണ് നമ്മൾ ഇസ്ലാമിക് സൈക്കോളജിയിലൊക്കെ ഉടനീളം പറയാം, നമ്മളെ സ്പിരിച്വൽ ഹാർട്ടിനെ പറ്റിയിട്ടാണ്. പിന്നെ ഉള്ളത് അഞ്ചാമത്തെ കാര്യം എന്നുള്ളത് ഇഹ്സാസ് അഥവാ നമ്മളെ ഇമോഷൻസ്. ഈ 5 ഘടകങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ 5 കാര്യങ്ങൾ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇന്റർ കണക്റ്റഡ് ആണ്. ഏതെങ്കിലും ഒന്നിന് ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിപ്പുറം അപ്പുറം ഒക്കെ എന്ത് ചെയ്യും, അത് പ്രതിഫലിക്കാൻ തുടങ്ങും. അപ്പൊ നമ്മൾ ഈ ഒരു കാര്യങ്ങളെ വെച്ചുകൊണ്ട് നമ്മളെ 3 തരം നഫ്സും നമ്മൾ എങ്ങനെ നഫ്സിനെ ശുദ്ധീകരിക്കാൻ നോക്കാന്നുള്ളതും കൂടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം ഇൻഷാ അല്ലാഹ്. നമ്മൾ ഇന്ന് ഉള്ള ഈ ക്ലാസ്സിൽ നമ്മളെ ഈ ക്ലാസ്സിന്റെ ഇത്രയും സമയം അള്ളാഹു അത് സമയം മലക്കുകൾ അത് ഏറ്റവും നല്ല അമലു സാലിഹാത്തായി രേഖപ്പെടുത്തുകയും അള്ളാഹു അത് സാലിഹായിട്ടുള്ള അമലായിട്ട് സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. നമുക്ക് ഈ ക്ലാസ് കൊണ്ടൊക്കെ തന്നെ ഈ ഒരു ബർക്കത്ത് നമ്മളെ ജീവിതത്തിൽ അള്ളാഹു ഉടനീളം നൽകട്ടെ. അത് ആഖിറത്തിനും നമ്മളെ ഈ ഇൽമുകളൊക്കെ തന്നെ നമുക്കത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുത്താനും നമ്മളെ ഹൃദയത്തെ അത് ശുദ്ധീകരിക്കാനും അതുവഴി നമുക്ക് നമ്മൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴേക്ക്, അതാണ് നമ്മളെ ഗോൾ, നമ്മൾ അള്ളാഹിനെ കണ്ടുമുട്ടുമ്പോഴേക്കും നമ്മളെ ഹൃദയം എന്ന് പറയുന്നത് ഒരു കറയും ഒന്നുമില്ലാത്ത ഏറ്റവും നല്ല ഹൃദയമായിട്ട് നമുക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ കഴിയട്ടെ. നമ്മളെല്ലാവരെയും അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.